ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വെട്ടിക്കാട്ടിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഈ യാത്രയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോന് നീതി ലഭിക്കണം എന്നുള്ളൊരു ഇതിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2025 ജൂൺ മാസം 11-ാം തീയതി എൻ്റെ മോൻ പഠിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ വെട്ടിക്കാട്ടിരി SNLP സ്കൂളിൽ ദിവസങ്ങളോളം മഴ പെയ്ത് ചോർന്നൊലിച്ച ക്ലാസ് മുറിയിൽ എൻ്റെ മകൻ വഴുക്കി വീഴുകയും ഗുരുതരമായി പരിക്കുപറ്റുകയും ചെയ്തു. വീഴ്ചയിൽ 2 പല്ല് സ്പോട്ടിൽ തന്നെ പോവുകയും 4 പല്ലുകൾ പകുതി പൊട്ടിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഇത്രയും വലിയൊരു അപകടം ആയതുകൊണ്ട് ഞാൻ HM-ടുത്ത് പറഞ്ഞു, ഞാനിത് ചാനലുകാരെയും പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതിപ്പെടുന്നു പറഞ്ഞപ്പോൾ HM എൻ്റെ മുന്നിൽ കൈകൂപ്പി പറഞ്ഞത്, സാറേ പ്രശ്നം ഉണ്ടാക്കരുത്, 8-10 ടീച്ചർമാരുടെ ജീവിതം ഇല്ലാണ്ടാക്കരുത്. കാരണം ഇതൊരു മാനേജ്മെൻറ്റ് സ്കൂളാണ്, എയ്ഡഡ് സ്കൂളാണ്. അപ്പം സർക്കാരിൽ നിന്ന് മേലെ നിന്ന് നടപടി ഉണ്ടായി കഴിഞ്ഞാൽ സ്കൂൾ അടച്ചുവിടേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഇതിലേക്ക് പോകാൻ പാടില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഇതിനുള്ള സൊല്യൂഷൻ എന്താ വെച്ചാൽ നിങ്ങൾ പറയണം പറഞ്ഞു. അപ്പം ടീച്ചർ പറഞ്ഞു വെച്ചാൽ ഒരു കാര്യം ചെയ്യുക, മോന് വേണ്ടുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞു. ഞാനത് ടീച്ചർ പറഞ്ഞതൊരു കാര്യമില്ല, ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ വന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ മാനേജറെ വിളിക്കുകയും മാനേജർ വന്നപ്പോൾ മാനേജർ പറഞ്ഞു, ഇതെൻ്റെ വൈഫാണ്, എല്ലാ കാര്യങ്ങളും ആൾ ചെയ്തു തരും, പിന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, മോന് വേണ്ടുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഞങ്ങൾ ചെയ്തു തരാം, 2 പല്ല് വെച്ച് തരാം, പിന്നെ അതിന് എത്ര പൈസ ചിലവാക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് 3 കുട്ടികളുള്ളതാണ്, വേണ്ട പോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുകൊള്ളാം, പിന്നെ ഇത് എന്താ പറയുക, നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ്, കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റ് പകുതിക്കിടില്ല, അങ്ങനെ ഇട്ട് വന്നാൽ അടുത്ത വർഷം ഞങ്ങൾക്ക് സ്കൂൾ നടത്താൻ പറ്റുമോ എന്നൊക്കെ അവർ പറഞ്ഞു പോയി. അപ്പോൾ ആ വാക്കുകൾ ഞാൻ വിശ്വസിക്കുകയും ഞാൻ ആ വാക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോയി. പക്ഷേ ട്രീറ്റ്മെൻറ്റിൽ ഒരു 3-4 പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറി. അതിന് കാരണം എന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റിന് ഏകദേശം 1,71,500 രൂപ ചിലവ് വരുമെന്ന് പറഞ്ഞപ്പം അത് ആ ബില്ലിൻ്റെ ആ ഒരു ഇത് വന്നതോടു കൂടിയാണ് ഇവർ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് പിന്നാക്കം പോയത്. അപ്പോൾ അതുകൂടാതെ എന്ന് പറഞ്ഞാൽ ഈ 35-ാമത്തെ ദിവസം മോൻ്റെ ഈ എന്താ പറയുക അടിഭാഗത്തെ മോണം മുഴുവനായി പൊളിഞ്ഞിരുന്നു. അപ്പം അത് ഉണങ്ങാനുള്ള മരുന്ന് ഇതാക്കിയതിന് ശേഷം മാത്രമാണ് 35-ാമത്തെ ദിവസം റൂട്ട് കനാൽ ചെയ്യാൻ പറ്റുള്ളായിരുന്നുള്ളൂ. ഈ റൂട്ട് കനാൽ ചെയ്യേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട് 34-ാമത്തെ ദിവസം 32-ാമത്തെ ദിവസം ഇവരുടെ തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുടെ ഹസ്ബൻഡ് കൂട്ടുകാരൻ്റെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് അവിടെ ഒരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. ആ ഡോക്ടറാണ് പറഞ്ഞത്, കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണിത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 30 വയസ്സാകുമ്പോഴത്തേക്കും കുട്ടിയുടെ ഈ ഇടി കിട്ടിയുള്ള ഭാഗത്തുള്ള എല്ലാ പല്ലുകളും പൊട്ടിയും കൊഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അതെന്നെ മാനസികമായിട്ട് വല്ലാതെ വിഷമിപ്പിച്ചു. അപ്പോൾ അതിനുശേഷം ആ ടീച്ചർ അവിടെ ക്ലിനിക്കിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യത്തെ ക്ലിനിക്കിൽ പറഞ്ഞ 1,71,500 തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ടീച്ചറടുത്ത് പറഞ്ഞു, അത് പറ്റില്ല ടീച്ചറെ, കാരണം 30 വയസ്സാകുമ്പോഴത്തെ ഈ ഒരു രീതിയിലൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ എന്ന് വെച്ചാൽ ഈ പൈസ കൊണ്ട് ഇത് നടക്കില്ല, അതുകൊണ്ട് എനിക്ക് പൈസ വേണ്ട, മോൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തി തന്നാൽ മതി എന്ന് പറഞ്ഞു. ടീച്ചർ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു, കുളപ്പുള്ളിയിലൊരു ക്ലിനിക്കിലാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പം ടീച്ചർ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ചൊവ്വാഴ്ചയാണല്ലോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ദിവസം, ഞങ്ങൾ നാളെ ഞായറാഴ്ചയല്ലേ, മാനേജ്മെൻറ്റിനെയും പിന്നെ മാനേജർ HM-നെയും കണ്ട് സംസാരിച്ചിട്ട് തിങ്കളാഴ്ച ചേട്ടനെ വിളിച്ച് വിവരം പറയാമെന്ന് പറഞ്ഞു. എന്നാൽ തിങ്കളാഴ്ച ഉച്ച വരെയായിട്ടും ഇവരെന്നെ വിളിക്കുക ഒന്നും ചെയ്തില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ക്ലിനിക്കിലേക്ക് വിളിച്ചു, നാളത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് മോൻ്റെ ട്രീറ്റ്മെൻറ്റ് കേസ് പറഞ്ഞപ്പം 6 പല്ലാണ് ചെയ്യേണ്ടത്, അതിൽ 4 പല്ല് അർജൻറ്റായിട്ട് നാളെ ചെയ്യേണ്ടതാണ്, അതിന് ഒരു പല്ലിന് 5,000 രൂപ വെച്ചിട്ട് 20,000 രൂപ അടയ്ക്കണം പറഞ്ഞു. അപ്പം ഞാൻ ഈ 35 ദിവസത്തോളം എനിക്ക് ജോലിക്ക് പോകാനൊന്നിനും പറ്റിയിട്ടില്ല. കാരണം മോനെ നമ്മൾ ഈ ആനയൂട്ടൊക്കെ നടത്തണ പോലെ പഴം പുഴുങ്ങിയിട്ട് എന്താ പറയുക അണ്ണാക്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം, അകത്തേക്ക് ഉള്ളിലേക്ക് നന്നായി വെച്ച് കൊടുക്കണം. അപ്പം മോൻ അത് പതുക്കെ കഴിക്കും. പിന്നെ വെള്ളമൊക്കെ കുടിക്കണമെന്ന് വെച്ചാൽ വാട്ടർ ബോട്ടിൽ പ്രസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കുടിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പിന്നീട് ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, മറ്റുള്ള ഭക്ഷണങ്ങളൊന്നും കുട്ടിക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളും ഇതൊക്കെ കണ്ട് മനോവിഷമത്തോടെയാണ് ഞാൻ സ്കൂളിലേക്ക് ചെന്നത്. സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ഏറ്റെടുക്കാൻ പറ്റില്ല. അതുകൂടാതെ തന്നെ എൻ്റെ കുട്ടി സ്ഥിരം അസുഖമുള്ളൊരു കുട്ടിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞാൽ അപകടം നടന്ന ദിവസം കുട്ടികളുടെ അടുത്ത് ഞങ്ങൾക്കൊന്നും ചോദിക്കാൻ പറ്റിയില്ല. കാരണം പിന്നീട് കുട്ടികളുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, കുട്ടി ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് റൂമിൽ തലകറങ്ങി വീഴാറുണ്ടെന്ന്. ഞാൻ അവരോട് ചോദിച്ചു, ഒരു പേരൻ്റ് എന്ന നിലയിൽ പല പ്രാവശ്യം കുട്ടി വീണിട്ടുണ്ടെന്നില്ല, ഒരു തവണയെങ്കിലും എന്നെ വിളിച്ച് അറിയിക്കേണ്ട ചുമതല നിങ്ങൾക്കില്ലേ ചോദിച്ചപ്പം ടീച്ചർ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. പിന്നീട് ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും സ്റ്റേഷനിൽ SI വന്നു. SI വന്നിട്ട് ചോദിച്ചു കാര്യങ്ങളൊക്കെ. ആൾക്ക് എൻ്റെ കാര്യം ജെന്യൂനാണെന്ന് മനസ്സിലായപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പരാതി എത്രയും പെട്ടെന്ന് എഴുതി തരണം പറഞ്ഞു. എന്തുകൊണ്ട് ഇത്രയും നാൾ നിങ്ങൾ പരാതി തന്നില്ല, 34 ദിവസമായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ പരാതി തന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവരെല്ലാം ചെയ്തു തരാമെന്ന് പറയുന്ന ഒരു വീഡിയോ ഓൾറെഡി ഞാൻ മുന്നേ ചാനലുകൾ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ ആ ഒരു മൈൻഡ് വെച്ചിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ ഇവരെ അറിയാതെ ഞാൻ ഷൂട്ട് ചെയ്തെടുത്തിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിലുള്ളതിൻ്റെ ബലത്തിലാണ് ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ ഇപ്പം ട്രീറ്റ്മെൻറ്റ് ഇത്രയും ചിലവ് വരുമെന്ന് കണ്ടപ്പോൾ ഇവർ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് പിന്മാറി. അതിൽ വേറൊരു വിഷയം കൂടിയുണ്ട്, ഞാൻ ചെയ്യാത്തതും പറയാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒരുപാട് പ്രാദേശിക ചാനലുകളും യൂട്യൂബ് ചാനലുകളും ഇവർ വരുന്നത് പറഞ്ഞു. 20,000 രൂപയുടെ ട്രീറ്റ്മെൻറ്റിന് 1,71,500 രൂപയുടെ ബില്ലുമായി ഞാൻ അവിടെ ചെന്നത്ര സംഭവിക്കാത്തൊരു കാര്യമാണ്.
ആ പൈസ എനിക്ക് അന്ന് തന്നില്ല എന്നുണ്ടെങ്കിൽ 50 ലക്ഷം രൂപ എനിക്ക് നഷ്ടപരിഹാരം തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ആ സ്കൂളിലെ എനിക്ക് കാണാൻ പറ്റിയ 3 CCTV ക്യാമറയാണ്. ഞാൻ ഈ ബില്ലായി പോകുന്നത് അവർ കാണിച്ചു തരട്ടെ. അതുകൂടാതെ ഇവർ പറഞ്ഞു വെച്ചാൽ കുട്ടി പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഴ വന്നപ്പോൾ ക്ലാസ്സിലേക്ക് ഓടിക്കയറിയിട്ട് തലകുത്തി മറിയാൻ ശ്രമിച്ചപ്പോഴാണ് അപകടം ഉണ്ടായിരുന്നത്. സ്റ്റേഷനിൽ വന്നിട്ട് ഇതേ മാനേജർ പറഞ്ഞു പറഞ്ഞാൽ കുട്ടി മുകളിലോട്ട് നോക്കിയിട്ടാണ് അപകടം ഉണ്ടായത്. ചൈൽഡ് ലൈനിലും DLSലും വന്ന് പറഞ്ഞത് കുട്ടി റൊണാൾഡോയെ പോലെ പന്തടിക്കാൻ ശ്രമിച്ചപ്പോൾ വഴിക്ക് വീണിട്ടുണ്ടായ അപകടമാണെന്ന്. എന്നാൽ ഹ്യൂമൻ റൈറ്റ്സിലെ മാഡം ക്ലാസ് ടീച്ചറെ വിളിച്ച് ചോദിച്ചപ്പോൾ ക്ലാസ് ടീച്ചർ കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ കുട്ടി ഊണ് കഴിച്ചിട്ട് കൈ കഴുകാൻ പോയപ്പോൾ അവിടെ വഴിക്ക് വീണെന്നാണ്. അപ്പോൾ മാഡം ചോദിച്ചു കുട്ടി കൈ കഴുകാൻ പോയിടത്താണ് വീണതെങ്കിൽ എങ്ങനെ പല്ലും ബ്ലഡൊക്കെ ക്ലാസ് റൂമിൽ വന്നു എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ ആകെ പരിങ്ങലായി. അങ്ങനെ പലതരത്തിലും ഒരു മിനിമം ഒരു 6 രീതിയിലെങ്കിലും ഇവർ കുട്ടി വീണത് എങ്ങനെയാണെന്നുള്ള പല രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അത്രമാത്രം കളവുകളാണ് ഇവർ പറഞ്ഞു നോക്കുന്നത്. പിന്നെ മറ്റൊരു വിഷയം, ഈ ശോചനീയമായ അവസ്ഥയിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മാനേജർ മറ്റൊരു ഗവൺമെൻറ് സ്കൂളിലെ ക്ലർക്കാണ്. അപ്പോൾ ഈ ഫുൾ ടൈം ഇങ്ങോട്ട് അദ്ദേഹം അവിടെ ഉണ്ടാവില്ല. ഫുൾ ടൈം ഒരു മാനേജർ അവിടെ ഉണ്ടാവണം വാശി പിടിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. പക്ഷേ ഇത് അപകടം നടന്നിട്ട് ഇത്രയും ദിവസം ഇന്നത്തേക്ക് 208 ദിവസത്തോളമായി ഒരു PTA എന്നൊരു സംവിധാനം അവിടെ ഇല്ല. പിന്നെ ഞാൻ ഈ സംസാരിക്കാൻ പോയ അന്നത്തെ ദിവസം ഈ PTA പ്രസിഡന്റ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്ത്രീയാണ് ആ വ്യക്തിയാണ് PTA പ്രസിഡന്റ് എന്ന് എനിക്ക് അറിയില്ല. പിന്നീട് ഒരു PTA മീറ്റിംഗ് വിളിച്ചപ്പോൾ അവിടെ പറയാത്ര അദ്ദേഹം അന്ന് അവിടെ വന്നിട്ട് അങ്ങനെ സംസാരിച്ച് ശരിയായില്ല എന്നുള്ളത്. എൻ്റെ കുട്ടിക്ക് അപകടം വന്നാൽ ഞാൻ സംസാരിക്കും, അവരുടെ കുട്ടിക്കും അപകടം വന്നാൽ അവർ സംസാരിക്കും. ഒരു രക്ഷിതാവിൻ്റെ ഭാഗത്ത് എന്തൊക്കെ രീതിയിലുള്ള ഇതുണ്ടാവോ ആ രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ HMNE മാനേജറൊക്കെ തെറി വിളിച്ചു അങ്ങനെ ഇങ്ങനെ പറഞ്ഞൊക്കെ ഒരു തെറ്റായിട്ടോ മോശമായിട്ടോ ഒരു വാക്ക് പോലും ഞാൻ ഉപയോഗിച്ചില്ല. എൻ്റെ കയ്യിലും തെളിവുകളുണ്ട്. അവരുടെ കയ്യിലുള്ള തെളിവുകൾ അവർ നിരത്തട്ടെ. ഞാൻ നിരപരാധിയാണ്. എന്ത് വന്നാലും എൻ്റെ കുട്ടിക്ക് നീതി ലഭിക്കണം. പിന്നെ മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ ഇനി മുതൽ LKG UKG ക്ലാസ്സുകൾ അത് ഏത് സ്കൂളായിക്കോട്ടെ ഗവൺമെൻറ്റിന് അനുമതിയോട് കൂടി വേണം നടത്താൻ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ 50 വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ട്. അത് പൊളിച്ചു മാറ്റേണ്ട, അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല. ആ ബിൽഡിങ്ങിൽ പുതിയതായിട്ട് ബാത്റൂമും ടോയ്ലറ്റൊക്കെ പണിത് വെച്ചിട്ട് ഈ LKG UKGയിൽ അവിടെ രേഖയിലില്ലാത്ത കുട്ടികളെ ഇത്തരം ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി ഈ ബിൽഡിങ്ങിലേക്കാണ് പറഞ്ഞു വിടുന്നത്. 172 കുട്ടികൾ സർക്കാർ രേഖയിലുള്ള കുട്ടികളിലെ ഒരു റെക്കോർഡിലുള്ള ഒരു കുട്ടിയാണ് എൻ്റെ കുട്ടി. ആ കുട്ടിക്ക് ഈ അപകടം നടന്നിട്ട് ഈ സ്കൂളുകാർ ഇങ്ങനെ ഈ രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഈ 100 കുട്ടികൾക്ക് ഇനി എന്തെങ്കിലും അപകടം ആ ബിൽഡിംഗ് പൊളിഞ്ഞു വീണ് സംഭവിച്ചു കഴിഞ്ഞാൽ ആരും ഉത്തരം പറയും? ഉത്തരം പറഞ്ഞിട്ട് എന്താണ് കാര്യം? കുട്ടികൾ നഷ്ടപ്പെട്ട് രക്ഷിതാക്കളുടെ അടുത്ത് മറുപടി പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് സർക്കാർ ഇതിനൊക്കെ വേണ്ടുന്ന എല്ലാ നടപടികളും സ്വീകരിക്കണം.